റാണി ആ ഏട്ടൻ എത്ര നേരമായി വിളിക്കുന്നു. ഏട്ടൻ എന്താ ഫോൺ എടുക്കാത്തെ? മോളെ കല്യാണ വീട്ടിലെ തിരക്ക് നിനക്ക് അറിയില്ലേ? നിന്ന് ഇരിയാൻ നേരമില്ല. അമ്മാവന്റെ കൂടെ ഓരോ സ്ഥലത്തായിട്ട് ഞാൻ ഓടി നടക്കായിരുന്നു. അതിന്റെ ഇടയിൽ നീ വിളിക്കുമ്പോ ഞാൻ എങ്ങനെ ഫോൺ എടുക്കുന്നത്? ഹായ്, ജാക്ക് ഫ്രൂട്ട്. തേൻ വരിക്ക ജാക്ക് ഫ്രൂട്ട്. റാണി പെട്ടെന്നൊരു കത്തി എടുത്തോണ്ട് വന്നേ, എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തേ. ഡെഡി, എനിക്ക് ഇപ്പൊ തന്നെ തിന്നണം. ഇത് നിനക്ക് ഞാൻ വേണ്ടി കൊണ്ടുവന്നതല്ല. മുഴുവൻ ഞാൻ തിന്നുന്നില്ലല്ലോ, കുറച്ച് പേർക്ക് കൂടി കൊടുക്കാം. എന്റെ പൊന്നു മോളെ, ഇത് ചക്കട ഉണ്ടാക്കാൻ വേണ്ടി ഏട്ടൻ കൊണ്ടുവന്നാ. അടാ അത് കൊള്ളാം. റാണി ഇതെടുത്ത് കൊണ്ടുപോയി പെട്ടെന്ന് അട ഉണ്ടാക്കി കൊണ്ടുവന്നേ. അട നിങ്ങക്കല്ല, പിന്നെ അത് പാറൂന. പാറൂന് തേൻ വരിക്ക ചക്കയിൽ ഉണ്ടാക്കുന്ന അട ജീവനല്ലേ? പറ്റിയ നാളെ തന്നെ കുറച്ച് ചക്കയുടെ ഉണ്ടാക്കി പാറുവിന് കൊടുത്തു വിടണം. കുറച്ച് തേൻ നെല്ലിക്കയും കൂടെ വാങ്ങി കൊടുത്തു വിടണം. കല്യാണത്തിന് 2-3 ദിവസമല്ലേ ഉള്ളൂ. നാളെ അവിടെ മൈലാഞ്ചി വീട്ടിലല്ലേ? നാളെ നേരത്തെ തന്നെ അമ്മാവന്റെ വീട്ടിലെത്തണം. വരുന്നവരെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണം ചെയ്യാൻ. മൈലാഞ്ചിയിൽ കഴിഞ്ഞാൽ പിന്നെ മഞ്ഞൾ കല്യാണം, എല്ലാം കൂടെ ഒരു ഉത്സവമേളമായിരിക്കും അവിടെ. ഇങ്ങനൊരു കല്യാണം കരിനീലിക്കാവിൽ ഇത് ആദ്യമായിട്ടാ. എന്റെ കരിനീലിക്കാവിലമ്മേ, കള്ളം പറഞ്ഞു അഭിനയിച്ചും എനിക്ക് മതിയായി. ഞാൻ തളർന്നു പോകുക, പക്ഷെ പിടിച്ചു നിന്നല്ലേ പറ്റൂ. ഏട്ടൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഞാനൊന്ന് കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട മോളെ, ഞാൻ ഇറങ്ങുക. ഏട്ടാ, ഏട്ടൻ എവിടെ പോവാ? നാളത്തെ ചടങ്ങിന് വേണ്ടി പൂ എടുക്കണം. ഞാനും സോമും കൂടെ അത് എടുക്കാൻ വേണ്ടി പോവാ. അപ്പോ ഏട്ടൻ ഉടനെ വരില്ലേ? ഇത്തിരി വൈകും. നിങ്ങൾ കിടന്നോ, ഞാൻ വിളിക്കാം. റാണി, നീ ചക്കയുടെ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഏട്ടാ, നിങ്ങളെന്തിനെ സങ്കടപ്പെടുന്നേ? മൈലാഞ്ചിടലും ഹൽദി കല്യാണം ഒക്കെ കഴിഞ്ഞ് കല്യാണം ഇങ്ങ് വരട്ടെ. കല്യാണത്തിനെന്ന് പാറ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് ഗിരീടൻ തന്നെയായിരിക്കും. അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ തൂളായിട്ടിരിക്കുന്നേ. മോളെ പാറു, ഇനിയും നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? എല്ലാം ഈശ്വര നിശ്ചയ. നിനക്ക് വിധിച്ചത് ഇന്ദ്രനാ. നീ അത് മനസ്സിലാക്കി അംഗീകരിക്കണം. അച്ഛന്റെ പിടിവാശിയെ അമ്മ ഈശ്വര നിശ്ചയമായിട്ട് കണക്ക് കൂട്ടണ്ട. രണ്ടായാലും നീ അത് സന്തോഷത്തോടെ സ്വീകരിച്ചേ മതിയാകൂ. എന്റെ മനസ്സറിയാവുന്ന അമ്മയ്ക്ക് എങ്ങനെ ഇത് പറയാനാവുന്നു? അതാണ് ജീവിതം. അതെപ്പോഴും നമ്മുടെ ആഗ്രഹത്തിനൊത്ത് വരണമെന്നില്ല. ആഗ്രഹിച്ചത് കിട്ടിയില്ലെന്ന് ഉറപ്പായ പിന്നെ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടണം. അപ്പോ സന്തോഷവും സമാധാനവും താനേ വന്നോളും. എന്തിനാണ് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ്? എന്തിനാണ് ആ സാക്രിഫൈസ്? നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ചോണ്ട് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല. ആ ജീവിതം എനിക്ക് നരകമായിരിക്കും. മനസ്സുകൊണ്ട് പൊരുത്തപ്പെടുന്നവർ തമ്മിലായിരിക്കണം വിവാഹം. അല്ലാതെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിച്ച ജീവിതം അവിടെ തീർന്നു എന്ന് കരുതിയാൽ മതി. മനസ്സിലെ വേദന അടക്കി പിടിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ടുള്ള ജീവിതം ജീവിതമല്ല, അത് അഭിനയമാണ്. സ്വന്തം വ്യക്തിത്വം പോലും മറന്നുള്ള അഭിനയം. നീ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വീട്ടിലേക്ക് വലതുകാല് വച്ചതിന്റെ അന്ന് തീർന്നതാ എന്റെ സ്വാതന്ത്ര്യം. തിരുവായ്ക്ക് എതിർവായില്ലാന്ന് പറയുന്നത് പോലെ നിന്റെ അച്ഛൻ പറയുന്നതല്ലേ ഇവിടെ നടക്കൂ. നിന്റെ കാര്യത്തിലും അത് തന്നെയാ സംഭവിക്കുന്നത്. നീ പറഞ്ഞത് ശരിയാ. കല്യാണം കഴിഞ്ഞത് മുതൽ ഞാനും അഭിനയിക്കുക, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അല്ല, എന്റെ ജീവിതം ഇങ്ങനെ ആയെന്ന് കരുതി
നിന്റെ ജീവിതവും അങ്ങനെ ആവണമെന്നില്ലല്ലോ. കല്യാണം കഴിയുമ്പോ ചിലപ്പോ എല്ലാം ശരിയാവും. ഏതായാലും ഒരു മുൻധാരണ വേണ്ട. നല്ലത് മാത്രം പ്രതീക്ഷിക്ക. സന്തോഷത്തോടെ ഇരിക്കെ. ശങ്കരേട്ടൻ കല്യാണത്തിന് വരണോന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ നിന്റെ അച്ഛനത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിലും അച്ഛൻ ആരുടെ ഇഷ്ടത്തിനാ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്?